Welcome to XY's Malayali's channel. Don't forget to subscribe. യുഎസ് വിസയ്ക്കായി സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതാണ്. അമേരിക്കൻ വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷകന്റെ സാമൂഹിക മാധ്യമ പ്രവർത്തനം അമേരിക്കൻ അധികൃതർ പരിശോധിക്കാനിടയുണ്ട്. 2019 മുതൽ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രധാന വിസ വിഭാഗങ്ങളിലും ഇമിഗ്രന്റ് ആൻഡ് നോൺ ഇമിഗ്രന്റ് അപേക്ഷകരോട് അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിന്റെ വിശദമായ പ്രക്രിയ വിശദമാക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സാമൂഹിക മാധ്യമ വിവരങ്ങൾ നൽകണം. DS 160 നോൺ ഇമിഗ്രന്റ് വിസ, DS 260 ഇമിഗ്രന്റ് വിസ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച സാമൂഹിക മാധ്യമങ്ങൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, യൂട്യൂബ്, റെഡിറ്റ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് എന്നിവ ലിസ്റ്റ് ചെയ്യണം. അക്കൗണ്ട് യൂസർനെയിം ഹാൻഡിൽ നൽകണം. പാസ്വേഡ് ആവശ്യമില്ല. അപേക്ഷകൻ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധമുണ്ട്. തെറ്റായ വിവരങ്ങൾ വിസ നിരസിക്കാനിടയാകാം. യുഎസ് അധികൃതർ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് എങ്ങനെ? മെഷീൻ അനാലിസിസ് ആൻഡ് AI റിവ്യൂ. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തത്സമയ ഡാറ്റ അനലിറ്റിക്സ് പ്രക്രിയയ്ക്ക് വിധേയമാണ്. മെഷീൻ ലേണിംഗ് ആൻഡ് AI ടൂൾസ് ഉപയോഗിച്ച് അപേക്ഷകന്റെ സാമൂഹിക മാധ്യമ പ്രവർത്തനം പരിശോധിക്കും. ഹ്യൂമൻ റിവ്യൂ. യുഎസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസികൾ DHS, FBI, CIA ആവശ്യമായ മാനുവൽ റിവ്യൂ നടത്തും. സംശയാസ്പദമായ പോസ്റ്റുകൾ, ഗ്രൂപ്പുകൾ, ചാറ്റുകൾ, ലൈക്കുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടക്കാം. കീവേഡ്സ് ആൻഡ് സസ്പിഷ്യസ് ആക്ടിവിറ്റി ട്രാക്കിംഗ്. അനിശ്ചിത കീവേഡുകൾ ടെററിസം, വയലൻസ്, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഡ്രഗ്സ്, ക്രൈം അടങ്ങിയ പോസ്റ്റുകൾ ഫിൽട്ടർ ചെയ്യും. പ്രക്ഷുബ്ധ ഗ്രൂപ്പുകൾ, തീവ്രവാദ ബന്ധങ്ങൾ, ആന്റി അമേരിക്കൻ ഉള്ളടക്കം എന്നിവ മുൻഗണനാപൂർവ്വം പരിശോധിക്കും. എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? വംശീയ, മതവിവേചനപരമായ പോസ്റ്റുകൾ. അമേരിക്കൻ നയങ്ങൾക്കെതിരായ കാഠിന്യമുള്ള അഭിപ്രായങ്ങൾ. അതിർത്തി കടക്കുന്നതിനുള്ള നിയമവിരുദ്ധ മാർഗങ്ങൾ ചർച്ച ചെയ്യൽ. അപകടകരമായ ബന്ധങ്ങൾ, ടെററിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ്, ആന്റി-യുഎസ് ഓർഗനൈസേഷൻസ്. ഫേക്ക് വിവരങ്ങൾ നൽകൽ. വിസയ്ക്ക് അസാധാരണമായ അക്കൗണ്ട് നീക്കം, പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കൽ. ഇതിന് മുന്നൊരുക്കം എങ്ങനെ നടത്താം? അക്കൗണ്ടുകൾ ശരിയായി കൈകാര്യം ചെയ്യുക. അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ ഒഴിവാക്കുക. പ്രായോഗികമായി സ്വയം പരിശോധിക്കുക. ഗൂഗിൾ ചെയ്ത് നിങ്ങളുടെ പൊതു പോസ്റ്റുകളും പ്രതിച്ഛായയും പരിശോധിക്കുക. പഴയ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുക. ഉപയോഗിച്ചിരുന്ന പഴയ അക്കൗണ്ടുകളിൽ ശ്രദ്ധേയമായ പോസ്റ്റുകളുണ്ടോ എന്ന് പരിശോധിക്കുക. സത്യസന്ധമായ വിവരങ്ങൾ നൽകുക. തെറ്റായ വിവരങ്ങൾ ചേർക്കുകയോ ചില അക്കൗണ്ടുകൾ മറയ്ക്കുകയോ ചെയ്യരുത്. ആശയവിനിമയത്തിനുള്ള ഭാഷയും സമീപനവും ശ്രദ്ധിക്കുക. പ്രകോപനപരമായ ഭാഷയും അമേരിക്കൻ നിയമങ്ങൾ ലംഘിക്കുന്ന ആശയവിനിമയവും ഒഴിവാക്കുക. എന്തെങ്കിലും സംശയാസ്പദമായതായി കരുതുകയാണെങ്കിൽ ഇമിഗ്രേഷൻ ലോയേഴ്സ് ബന്ധപ്പെടുക. സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ് നിങ്ങളുടെ അക്കൗണ്ട് റിവ്യൂ ചെയ്യിക്കാൻ പരിഗണിക്കുക. അമേരിക്കൻ എംബസിയിൽ അഭിമുഖത്തിന് മുമ്പായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വീണ്ടും പരിശോധിക്കുക. കൺക്ലൂഷൻ. യുഎസ് വിസ അപേക്ഷയ്ക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പരിശോധിക്കൽ ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുന്നു. അതിനാൽ അപേക്ഷകർ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നല്ല സാമൂഹിക മാധ്യമ പ്രൊഫൈൽ, ശരിയായ വിവരങ്ങൾ, നിയമാനുസൃതമായ പോസ്റ്റുകൾ എന്നിവ പിന്തുടർന്നാൽ വിസ പ്രക്രിയ വേഗത്തിൽ ആരംഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.